മധ്യ തിരുവിതാംകൂറിലെ പുരാതനവും പ്രസിദ്ധവുമായ നൂർനാട് പള്ളിമുക്കം മഹാഭദ്രകാളി ക്ഷേത്രത്തിലെ മകരഭരണി മഹോത്സവത്തിന് തൃക്കൊടിയേറി. ബഹുമാനേരി പള്ളിമുക്കം ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തെ മഹോത്സവം മകരപ്പള്ളി മഹോത്സവം 2026 ജനുവരി 23 ഇന്ന് വൈകിട്ട് 5:30 ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടില്ലത്ത് അഗ്നിശർമ്മൻ വാസുവൻ പട്ടതിരിപ്പാട് കൊടിമരം ഉയർത്തിയതോടുകൂടി തൃക്കൊടിയേറ്റിയതോടുകൂടി ഇവിടുത്തെ പള്ളിമുക്കം ക്ഷേത്രത്തിലെ മകരപ്പള്ളി മഹോത്സവത്തിൻ്റെ നാന്ദി കുറിച്ചിരിക്കുകയാണ്. ഒന്നാം ദിവസം രാവിലെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് ശേഷം കൊടിമര ഘോഷയാത്ര, ഗംഭീരമായ ഭക്തി നിർഭരമായ കൊടിമര ഘോഷയാത്രയ്ക്ക് ശേഷമാണ് തന്ത്രി ഈ അമ്മയുടെ തൃക്കൊടി ഏറിയത്. വളരെ പുരാതനമായ ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിനുണ്ട്. ഐതിഹ്യങ്ങൾ പറയുന്നത് പഞ്ചപാണ്ഡവർ വില്ല് വെച്ച സ്ഥലം എന്ന തരത്തിലാണ് പള്ളിമുക്കം എന്ന പേര് വീണത് എന്നാണ് ഐതിഹ്യത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ നൂർനാട് ഗ്രാമദേവതയായ പള്ളിമുക്കത്ത് അമ്മയുടെ തിരുവുത്സവം ഈ നാട്ടിലെ ജനങ്ങൾ ഭക്തിപൂർവ്വം കൊണ്ടാടുന്ന ഒരു അവസരമാണ്. ഇന്ന് കൊടിയേറി 6 ദിവസത്തെ കൊടിയേറ്റുത്സവമാണ് സാധാരണ രീതിയിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇന്നു മുതൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ അമ്മയുടെ തിരുവുത്സവം വളരെ ഭംഗിയായി കൊണ്ടാടുന്ന ഒരു സുവിശേഷമാണ് ഈ നാട്ടിൽ കണ്ടുവരുന്നത്. വളരെ പ്രകൃതി രമണീയമായ ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് മനുഷ്യൻ്റെ ഈ മനസ്സിന് നല്ല കുളിർമ നൽകുന്നത്, അവർക്ക് വലിയ ആത്മാവേശം നൽകുന്ന ഒരു സുവിശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി നിൽപ്പ് തന്നെ. ഓണാട്ടുകാരുടെ കിഴക്കൻ പ്രദേശമായ ഇവിടെ 4 വശത്തും വയലാൽ ചുറ്റപ്പെട്ട കൃഷി നിലങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപ് പോലെ കാണുന്ന പ്രദേശത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ന് കൊടിയേറി വൈകിട്ട് എല്ലാ ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ ഗംഭീരമായ അന്നദാനം, ഈ തരത്തിൽ വളരെ ഗംഭീരമായ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവങ്ങൾ സാധാരണ രീതിയിൽ നടന്നു വരുന്നത്. 27-ാം തീയതി മകരപ്പള്ളി ഉത്സവമാണ്. അത് വളരെ ഗംഭീരമായാണ് ഇവിടെ സാധാരണ രീതിയിൽ ആഘോഷിക്കുന്നത്. രാവിലെ പൊങ്കാല, മകരപ്പൊങ്കാല വളരെ വിശിഷ്ടമായ ഒരു ചടങ്ങാണ്. മകരപ്പൊങ്കാലയോട് കൂടിയാണ് മകരപ്പള്ളി ഉത്സവം ആരംഭിക്കുന്നത്. അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിയോടുകൂടി കെട്ടുത്സവത്തിൻ്റെ വരവായി 6 മണിയോടുകൂടി കെട്ടുത്സവം ക്ഷേത്രനടയിലെത്തി ഗംഭീരമായി മഹോത്സവം നടത്തുന്ന ഒരു സുവിശേഷമുണ്ട്. അന്നേ ദിവസം മറ്റൊരു ക്ഷേത്രത്തിലില്ലാത്ത മറ്റൊരു പ്രത്യേകത, അന്നിവിടെ പ്രസാദൂട്ട് എന്ന് പറയുന്ന ഒരു വലിയ ദേവിയുടെ ഒരു ഇഷ്ട വഴിപാട് അന്നദാനം നടത്തുന്നത് പ്രസാദൂട്ട് എന്ന രീതിയിൽ അന്ന് നേദ്യച്ചോറും ഇടിച്ചമ്മന്തിയൊക്കെ ചേർത്തുള്ള ഒരു വിശിഷ്ടമായ ഒരു ഭക്ഷണമാണ് അന്ന് ഇവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ വകയായി നൽകുന്നത്. ആ തരത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും മറ്റു കാര്യങ്ങളും കൊണ്ടാടുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.